പുഞ്ചിരിച്ചോളൂ മുഅ്മിനീങ്ങളെ, പുഞ്ചിരിച്ചോളൂ. ദുനിയാവിൽ ടെൻഷൻ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. ദുനിയാവിൽ പ്രശ്നമില്ലാത്തവരാരാ? ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ തലയിലേറ്റി നടന്ന മരിക്കണവരെ പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞ സ്വതക്കിട്ടാൻ വല്ല ഒപ്പുണ്ടാവുമോ? നിങ്ങളുടെ സഹോദരനെ കാണുമ്പോഴേ, ഒരു മനുഷ്യനെ കാണുമ്പോ നല്ല പുഞ്ചിരിക്കുന്ന മുഖവുമായി നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് സ്വതക്കയാണ്, ദാനമാണ്. അതെന്തെന്നറിയോ? പൈസ കൊടുത്തവരൊക്കെ സന്തോഷം കിട്ടിയേക്കും അല്ലേ? പൈസ കിട്ടിയാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നല്ല ഒരു മുഖം, ഒരു ചിരിക്കുന്ന പുഞ്ചിരിക്കുന്ന ഒരു മുഖം കണ്ടാൽ അത് സന്തോഷം തരുന്നില്ലേ? അല്ലേ? മനസ്സിന് കുളിർമ ലഭിക്കുന്നില്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു മാതിയായ ടാൻജിബിൾ പൈസയോ സാധനമോ ഗിഫ്റ്റോ കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ അതിലേറെ ഒരു പക്ഷേ ഒരു മനുഷ്യന്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടാൽ സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് ഹബീബിന്റെ മുത്തുനബിയുടെ ഉമ്മത്തികളായ നമ്മൾ മുഖത്ത് പുഞ്ചിരി കൊണ്ട് സ്വതക്ക ദാനം ചെയ്യേണ്ടവരാണ്. സ്വതക്ക ചെയ്യാൻ നമുക്ക് അവസരം തന്നിരിക്കുകയാണ്, നഷ്ടപ്പെടുത്തേണ്ട. നമുക്ക് എത്ര ദിവസം കഴിഞ്ഞുപോയി നമ്മുടെ ജീവിതത്തിൽ, ഇനി മരിക്കോൾ എത്ര ദിവസം നമുക്കറിയില്ല എത്രയാ ബാക്കിയുള്ളതെന്ന്. ആ ദിവസങ്ങൾ പുഞ്ചിരിച്ചോളൂ മുഅ്മിനീങ്ങളെ, പുഞ്ചിരിച്ചോളൂ. ദുനിയാവിൽ ടെൻഷൻ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. ദുനിയാവിൽ പ്രശ്നമില്ലാത്തവരാരാ? ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ തലയിലേറ്റി നടന്ന മരിക്കണവരെ പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞ സ്വതക്കിട്ടാൻ വല്ല വകുപ്പുണ്ടാവുമോ? നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് എന്റേതായ 100 കണക്കിന് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടെൻഷൻ നാട്ടുകാരോട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് മുഖം കറുപ്പിച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ട്? ആ കാണുന്ന ആളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഡിപ്രഷനായി. ഒരാൾ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടാൽ, ദുഃഖിതനായി മുഖം കറുപ്പിച്ചിരിക്കുന്നത് കാണുന്നവർക്ക് ഡിപ്രഷൻ അടിക്കുന്നതായി. നേരെ മറിച്ച് ഇന്ന് എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ്, എന്ത് റാഹത്ത്, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്ത് റാഹത്തുള്ള ദിവസമാണ് എന്നൊരാൾ പറയുന്നതും, ഇന്ന് ഒരു കോണമല്ല ഇന്നത്തെ ദിവസം എന്നൊരാൾ പറയുന്നതും വ്യത്യാസമല്ലേ?